എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. യൂറോപ്പിൽ നിന്നും കാശ് സമ്പാദിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് കിട്ടിയ ഒരു വീഡിയോ. അപ്പൊ അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് വേണം, ഏകദേശം ഒരു വർഷം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട്. അപ്പോ പണം സമ്പാദിക്കാൻ പറ്റുമോ? ഈ ഗൾഫിലൊക്കെ ഉള്ളവര് ശരിക്കും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, യൂറോപ്പിലോട്ട് നമ്മളൊരു ട്രാൻസ്പ്ലാന്റേഷൻ വേണോ, അവിടെ നിന്ന് ഇങ്ങോട്ട് പോകാനോ എന്നൊക്കെ ഇങ്ങനെ പലരും സംശയത്തോടു കൂടി നോക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കരുതാം. അപ്പോൾ ലണ്ടൻ വിശേഷത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ഇവിടുത്തെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ വീഡിയോസ് ചെയ്യാറുള്ളത്. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മളിവിടെ വന്ന സമയത്ത് നമുക്കൊരു ജോലി കിട്ടുമോ, പൈസകൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു സംശയവും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടായിരുന്നു ആദ്യത്തെ ഒരു 2-3 മാസ കാലഘട്ടത്തില്. അത് ഏതൊരു വ്യക്തിയും പുതിയൊരു രാജ്യത്തോട്ട് വരുമ്പോൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്ക് എങ്ങനെ അവിടെ ജോലി കിട്ടുമോ, നമ്മൾ പഠിച്ച നമ്മുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം ഇവിടത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ നമുക്ക് വൺസ് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത്, കഴിഞ്ഞ 16 മാസത്തോളമായി ഞാനിവിടെ വന്നിട്ട്, ഈ 16 മാസത്തിൽ ആദ്യത്തെ ഒരു 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കൊരു പാർട്ട് ടൈം ജോലി കിട്ടിയത്. ഞാൻ ഇപ്പോഴും പാർട്ട് ടൈം ജോലി തന്നെയാണ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഫേസ് ചെയ്തേക്കണ കുറച്ച് കാര്യങ്ങളും, അതുപോലെ തന്നെ ഫുൾ ടൈം ജോലി ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കൾ, ഇവിടെ കുറേയധികം മലയാളി സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവരിൽ നിന്നും കിട്ടിയ ഫീഡ്ബാക്ക് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ എൻ്റെ ഒരാളുടെ മാത്രം ഉദാഹരണമല്ല, ചില ഫീഡ്ബാക്കുകളും കൂടി എടുത്തിട്ടാണ്. അപ്പോൾ അവരോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, നമുക്കൊരു വീഡിയോ ചെയ്താലെന്ന് വെച്ചപ്പോൾ അങ്ങനെ ക്യാമറയുടെ മുമ്പിൽ വന്ന് മറ്റുള്ളവരോട് സംസാരിക്കാനായിട്ട് അവർക്ക് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനായിട്ട് ആ ഇൻഫർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്യാമെന്ന് കരുതുന്നത്. അപ്പോ നമ്മളൊരു ഫുൾ ടൈം ജോലിയായിട്ട് ഇവിടെ നമ്മൾ ജോലി ചെയ്യുന്നു. ഈ യൂറോപ്പിലുള്ള ഒരു അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ UK-യിലുള്ള അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിക്ക് പോകാമെന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇപ്പൊ ഗൾഫിലൊക്കെ നമ്മൾ താമസിക്കുകയാണെങ്കിൽ നമ്മൾ വളരെ കുറച്ച് ഫാമിലീസ് മാത്രമേ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജോലിക്ക് പോകുന്നുള്ളൂ. പക്ഷെ ഇവിടുത്തെ രീതി നേരെ തിരിച്ചാണ്. നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇവിടെ, നമുക്ക് പണം സമ്പാദിക്കാനായിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഭാര്യയും ഭർത്താവും ഫുൾ ടൈം ജോലി ചെയ്യുന്നു, കല്യാണം കഴിച്ച് കുട്ടികളൊന്നും ആയിട്ടില്ല, അല്ലെങ്കിൽ കുട്ടികളെ ഒരു സ്കൂളിൽ പോകുന്ന കുട്ടികളാണ് ഉള്ളത്. ഫുൾ ടൈം 2 പേരന്റും ജോലി ചെയ്യുന്ന ഒരു ഫാമിലി ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു വർഷത്തിൽ അവർക്ക് 15 മുതൽ 25 ലക്ഷം രൂപ വരെ സമ്പാദിക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല കേട്ടോ. അവര് ജോലി വർക്ക് വിസയിൽ വന്നിട്ടുള്ളവരായിരിക്കണം. അല്ലാതെ ഇപ്പോൾ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നിരിക്കണവർക്ക് ഇത് പ്രാക്ടിക്കൽ ആയിരിക്കില്ല ഒരിക്കലും. അവർക്ക് ഫീസ് അടയ്ക്കാനുണ്ടാവും, താമസത്തിന്റെ കാര്യങ്ങളും ഒത്തിരി കാര്യങ്ങൾ, അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, ലോണുകളൊക്കെ ഉണ്ട്. സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവർ ഈ വീഡിയോയിൽ സ്കിപ്പ് ചെയ്ത് വേണമെങ്കിൽ പോയിക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷെ അല്ലാത്ത ഫാമിലി വർക്ക് വിസയിൽ വന്നിട്ടുള്ളവർ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയർ, അല്ലെങ്കിൽ ഒരു നേഴ്സ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡോക്ടർമാർ, അങ്ങനെയൊക്കെ വന്നിരിക്കുന്ന ഭാര്യയും ഭർത്താവും കൂടി വന്നിട്ട് 2 പേരും ഇവിടെ, ഒരാൾ മെയിൻ ആപ്ലിക്കൻറ്റും ഒരാൾ ഡിപ്പെൻഡൻറ്റും ആയിട്ട് വന്നിരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് സുഖമായിട്ട് ഒരു ടെൻഷനും ഇല്ല. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ഉദാഹരണമാണ്. കാരണം ഗൾഫിൽ നിന്നും വന്ന എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, എടാ എനിക്ക് ഇത്ര പൈസ സമ്പാദിക്കാൻ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സാധിച്ചു. UK-യിൽ നിന്ന്, ഗൾഫിൽ നിന്ന് സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്, പക്ഷേ ഇതുപോലത്തെ ഒരു സേവിങ്സിലോട്ട് പൈസ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ ഒരു വർഷം നമ്മൾ ജോലി നോക്കുകയാണെങ്കിൽ, ഒരു മാസം ഫുൾ ടൈമിൽ ജോലി നോക്കുകയാണെങ്കിൽ നമുക്കൊരു 1600-നോ 1800-നോ ഇടയിലുള്ള പൈസയാണ് നമുക്ക് കിട്ടുക. അതിൻ്റെ അകത്ത് നമുക്ക് 3 കാര്യങ്ങൾ ഡിഡക്ട് ചെയ്യാനുണ്ട്. ഒന്ന്, പെൻഷനിലേക്കുള്ള ഒരു എമൗണ്ട്, പെൻഷൻ കോൺട്രിബ്യൂഷൻ പോലെ കട്ടാവും. പിന്നെ ടാക്സ് കട്ടാവും. പിന്നെ NI കട്ടാവും, നാഷണൽ ഇൻഷുറൻസ് കട്ടാവും. ഇത് ഗ്യാരണ്ടീഡ് ആണ്. ഈ 3 സാധനങ്ങളും നമ്മുടെ കയ്യിൽ നിന്ന് എന്തായാലും കട്ടായിരിക്കും. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന പൈസ വെച്ചിട്ടാണ് കേട്ടോ ഞാനീ പറയുന്നത് നമുക്ക് ഏകദേശം ഇത്രയും അധികം പൈസ സമ്പാദിക്കാൻ പറ്റും എന്നുള്ള കാര്യം. ഇവിടെ ഇപ്പോൾ ഒരു 2 മക്കളുള്ള ഒരു കുടുംബം, അവര് സ്കൂളിൽ പോകുന്ന ഒരു ഫാമിലിയാണെന്ന് കരുതുക, കുട്ടികളാണെന്ന് കരുതുക. എന്ന് വെച്ചാൽ സ്കൂളിൽ പോകാമെന്ന് ഉദ്ദേശിക്കാൻ കാരണം, സ്കൂളിൽ പോകുന്ന കുട്ടികളല്ല, അതിലും ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിൽ ഒരു പേരന്റിനെ ഇവിടെ ജോലിക്ക് പോകാൻ പറ്റുള്ളൂ അറ്റ് എ ടൈമിൽ. അപ്പോൾ അല്ലാത്ത കണ്ടീഷനിൽ 2 പേരൻസും ജോലിക്ക് പോകുന്നു, 2 കുട്ടികൾ സ്കൂളിൽ പോകുന്നു, ഫുൾ ടൈം ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു പേരന്റിന് വരുന്ന ചെലവ്, അയാൾക്കുടെ ശമ്പളത്തിൽ നിന്ന് നമുക്ക് വാടകയും ബില്ലുകളും, വാടക മാത്രം കൊടുത്താൽ പോരാ, ഇവിടെ കോർപ്പറേഷന് ടാക്സ് കൊടുക്കാനുണ്ട്, കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, ഗ്യാസ് ബില്ല്, പിന്നെ അങ്ങനെ സ്കൂളിലേക്ക് കൊച്ചുങ്ങൾക്കുടെ ഫുഡിനുള്ള പേയ്മെന്റ്, അങ്ങനെ കുറേ അധികം ബില്ലുകൾ വരുന്നുണ്ട്. ആ ബില്ലുകളെല്ലാം നമുക്ക് അടച്ചതിന് ശേഷം ആണെങ്കിൽ പോലും
ഒരു പേരന്റിന്റെ പൈസ നമുക്ക് ഫുൾ എക്സ്പെൻസ് ആയിട്ട് കണക്ക് കൂട്ടാം. മുഴുവൻ ചെലവ് അവരുടെ ഒരു പേരന്റ് പണിയെടുക്കുന്ന പൈസ കൊണ്ടാണ് മുഴുവൻ ചെലവ് വഹിക്കുന്നത് എന്ന് കരുതുക. രണ്ടാമത്തെ പേരന്റ് പണിയെടുക്കുന്ന അല്ലെങ്കിൽ രണ്ടാമത്തെ പാർട്ട്ണർ പണിയെടുക്കുന്ന പൈസ നമുക്ക് സമ്പാദിക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ഇടയിൽ നമുക്ക് ചെറിയ ചെറിയ എന്റർടൈൻമെന്റിന് വീക്കെൻഡ് ട്രിപ്പുകൾ പോകാൻ പറ്റും, പുറത്ത് ഫുഡ് കഴിക്കാൻ പറ്റും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. മാനസികമായിട്ട് ആഴ്ചയിൽ 4 ദിവസം മാത്രമേ നമ്മൾ ജോലി നോക്കുന്നുള്ളൂ ഫുൾ ടൈം ജോലിക്കാരനാണെങ്കിൽ. ബാക്കി 3 ദിവസം നമ്മൾ റെസ്റ്റ് കിട്ടുന്നുണ്ട് നമ്മുടെ ശരീരത്തിന്. അതുപോലെ തന്നെ ഫാമിലി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഗൾഫ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫാർ 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 ബെറ്റർ ആണ് യൂറോപ്പ്. അതിലൊരു ഇതുമില്ല. പിന്നെ ഗൾഫിലുള്ളവർക്ക് ഇവിടെ വരുമ്പോൾ ഫീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. ഗൾഫിൽ നിന്ന് വരുന്നവർക്ക് യൂറോപ്പിലോട്ട് വന്നു കഴിയുമ്പോൾ ആദ്യം തോന്നുന്നത് ഒരു ലോൺലിനെസ് ഉണ്ട്, ഒറ്റപ്പെടല്. ഗൾഫിൽ കുറച്ചുകൂടെ നമ്മൾ ആത്മാർത്ഥതയുള്ള സുഹൃത്ത് ബന്ധങ്ങളും ആത്മാർത്ഥതയും അതുപോലെ തന്നെ മലയാളി സമാജം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു ഒരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടെ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ആകുമായിരിക്കും. എന്നിരുന്നാലും ആദ്യമായിട്ട് ഈ യൂറോപ്പിലോട്ട് വരുന്നവരൊക്കെ ഫേസ് ചെയ്തേക്കുന്ന, ഗൾഫിൽ നിന്ന് ഫേസ് ചെയ്തേക്കുന്ന പലരും നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു അഭിപ്രായങ്ങൾ പറഞ്ഞേക്കണെന്ന് വെച്ചാൽ, അവിടെയുള്ള ഒരു ആത്മാർത്ഥതൊന്നും ഇവിടെ ഒരു ആക്കടെ മുഖത്ത് പോലും കാണുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് പലരും. എനിവേ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ്. അതിനൊന്നും കോമൺ ആയിട്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാൽ പോലും നമുക്ക് ഗൾഫ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിക്ക് പോകാൻ ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി കാനഡ പോലെയുള്ള രാജ്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെയും നമുക്ക് ചിലപ്പോൾ അറ്റ് എ ടൈമിൽ ഒരു പേരന്റിനെ ജോലിക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട് ഈ യൂറോപ്പായിട്ട്. അപ്പോൾ 2 പേരൻസും പണിയെടുത്ത് പൈസ സമ്പാദിക്കുമ്പോൾ കുടുംബജീവിതത്തിലാണെങ്കിലും വരുമാനം കൂടും. അതുപോലെ തന്നെ 2 പേർക്കും ഒരു ഇക്വാലിറ്റി ഫീൽ ചെയ്യും. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇപ്പോൾ അച്ഛൻ പണിയെടുത്തുകൊണ്ട് വരുന്ന പൈസയ്ക്ക് വീട്ടിലെ ചെലവുകൾ മുഴുവൻ വഹിച്ച് അങ്ങനെ ഒരു സെറ്റപ്പിലാണല്ലോ നമ്മളൊക്കെ ജനിച്ച് വളർന്നു വന്നത് ചെറുപ്പകാലം മുതലേ. നമ്മുടെ കൾച്ചറും നമ്മുടെ സംസ്കാരമൊക്കെ അങ്ങനെയാണ്. പക്ഷെ ഇവിടുത്തെ നേരെ തിരിച്ചിട്ടാണ്. 2 പേരും ഈക്വലായിട്ട് ജോലി ചെയ്യണം. ഇനി മക്കള് വലുതായി ഒരു 16 വയസ്സ് കഴിഞ്ഞാൽ അവർ പാർട്ട് ടൈം ജോലിക്ക് പോകാൻ തുടങ്ങും. 18 വയസ്സായി കഴിഞ്ഞാൽ അവരവരുടെ സ്വന്തം ഇതിലേക്കും. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ പാർട്ട് ടൈമായിട്ട് ജോലിക്ക് പോകാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ കാര്യങ്ങൾ അവരും ഒരു സെൽഫായിട്ട് അവരവരുടെ കാര്യത്തിൽ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കേപ്പബിൾ ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് ഇവിടുത്തെ രീതികൾ. അപ്പൊ നമ്മുടെ സുഹൃത്ത് പറഞ്ഞ കഴിഞ്ഞ ഒരു വർഷം അദ്ദേഹം 15 ലക്ഷം രൂപ നാട്ടിലേക്ക് ഇവിടുന്ന് അയച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു, ഈ 15 ലക്ഷം രൂപ നാട്ടിലോട്ട് അയച്ചതിന് പകരം ഇവിടെ ഒരു വീട് മേടിക്കാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു. ഈ വാടക ആയിട്ട് നമ്മൾ കൊടുക്കുന്ന 1 ലക്ഷം അല്ലെങ്കിൽ 1.25 ലക്ഷം രൂപ നമുക്കൊരു ഇൻവെസ്റ്റ് ആക്കി മാറ്റിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാനൊരു 5 കൊല്ലം ഇവിടെ നിൽക്കുന്നുള്ളൂ, അത് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോവാണ്. ആ ഒരു മൈൻഡ് സെറ്റിലാണ് പുള്ളിക്കാരൻ വന്നത്. ഗൾഫിൽ നിന്ന് അദ്ദേഹത്തിനൊരു ബാക്കപ്പ് ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ ഒരു 5 കൊല്ലം പുള്ളിക്കാരൻ ഇവിടെ നിന്നിട്ട് അതിന് ശേഷം തിരിച്ചു പോകാന്നുള്ളൊരു അഭിപ്രായമാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അറിയത്തില്ല എത്ര വർഷത്തോളം ആരൊക്കെ ഇവിടെ നിൽക്കും ആരൊക്കെ നിൽക്കില്ല എന്നൊന്നും. എന്നാലും അറ്റ് പ്രസന്റില് ഇവിടെ ഇപ്പോൾ ഒരു 5 കൊല്ലം മുമ്പ് ഇവിടെ വന്നവര് പറയുന്നത് അനുസരിച്ച് ജീവിത ചെലവുകൾ അതിഭയങ്കരമായിട്ട് വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ഓരോ ടെസ്കോ, അൽദി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ ഉള്ള സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഐറ്റംസ് ഒരു 50 പൗണ്ടിന് നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നതിന്റെ പകുതി ഐറ്റങ്ങൾ പോലും ഇപ്പൊ 50 പൗണ്ടിന് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ നമ്മുടെ നാട്ടിലെ സെറ്റപ്പ് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ജീവിതം ഇവിടെ ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. നമുക്ക് ആകെയുള്ള മിസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഭക്ഷണവും നമ്മുടെ റിലേറ്റീവ്സും നമ്മുടെ നാട്ടിലുള്ള ഫങ്ഷനുകളും. നമുക്ക് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടത്തെ എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു പുതിയ രാജ്യത്ത് വന്നു, നമ്മൾ ഇവിടെ സെറ്റിൽ ചെയ്തു, നമുക്ക് സാമ്പത്തികമായിട്ട് ഒരു ഉന്നമനം ഉണ്ടാവാൻ സാധിക്കും. നമുക്കിപ്പോൾ ഓരോരുത്തർക്കും ഓരോ സഹായങ്ങൾ ചോദിക്കുന്നവർക്ക് സഹായം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബാങ്കിലാണെങ്കിൽ നമ്മുടെ ബാധ്യതകൾ തീർക്കാൻ പറ്റുന്നുണ്ട്. പലരും ലോണൊക്കെ എടുത്തിട്ട് വന്നേക്കണവരുണ്ട്, ലോൺ എടുക്കാത്തവരുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ലോൺ എടുത്ത് നാട്ടിൽ വീട് പണിയുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ പുതിയൊരു കൊച്ച് എൻ്റെ വൈഫിൻ്റെ ഒപ്പം വന്ന ഒരു നേഴ്സാണ്. അപ്പോൾ പുള്ളിക്കാരത്തിയോട് കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു ദിവസം പുള്ളിക്കാരത്തി പറഞ്ഞ 35 ലക്ഷം രൂപയ്ക്ക് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ അവര് വീട്ട് പണിതു നാട്ടില്. അപ്പോൾ നാട്ടിൽ അവർക്കൊരു വീടുണ്ടായിരുന്നില്ല. അത് അവരുടെ ഒരു ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ് ആണ്. അപ്പൊ ഈ 35 ലക്ഷം രൂപയ്ക്ക് വീടുണ്ടാക്കാൻ സാധിച്ചത് ഇവിടെ വന്നതിന് ശേഷമാണ്. അപ്പോൾ അത്രയും പൈസ പോലും അത് സമ്പാദ്യമായിട്ട് മാറ്റാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. കല്യാണം കഴിക്കാത്ത കുട്ടികളാണ്. അപ്പോൾ ബാങ്ക് ഡ്യൂട്ടി, ഓവർ ടൈം ഡ്യൂട്ടി ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പൈസ സമ്പാദിക്കാൻ യൂറോപ്പിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഗൾഫിനെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം അഡ്വാൻറ്റേജസ് ഉണ്ട് യൂറോപ്പിന്.
ഗൾഫിലെ പോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുവൈറ്റിലൊക്കെ തീപിടുത്തം ഉണ്ടായല്ലോ. നമ്മളൊക്കെ ഓരോ ക്യാമ്പുകളിലും ജോലി സ്ഥലത്ത് ക്യാമ്പുകൾ എന്നാണ് പറയണേ. അപ്പോൾ ആ ക്യാമ്പുകളിലൊക്കെ ഒരു മുറിയിൽ 4 പേരും 2 പേരും ഒരാളും അങ്ങനെ പല രീതിയിലാണ് താമസിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു രീതി ഇവിടെ പറ്റില്ല. ഇവിടെ നിർബന്ധപൂർവ്വം ഒരാൾക്ക് ഒരു മുറി കൊടുത്തിരിക്കണം. അത് നമ്മുടെ വീട്ടിലൊരു കുഞ്ഞു കൊച്ചാണെങ്കിൽ പോലും ആ കൊച്ചിന് 9 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മുറി കൊടുത്തിരിക്കണം. അതാണ് നിയമം. ഇവിടെ നമ്മൾക്ക് ഡംപ് ചെയ്ത് കുറെ ഒരു മുറിക്കകത്ത് 5 or 6 പേരെ ഒന്നും കൂട്ടിയിട്ട് താമസം സൗകര്യങ്ങൾ നൽകാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള കുറെ വ്യത്യാസങ്ങളുണ്ട് ഗൾഫും ഇവിടെ ആയിട്ട് നോക്കുമ്പോൾ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഗൾഫിനേക്കാളും വളരെയധികം അഡ്വാൻറ്റേജസ് ഉള്ള സ്ഥലമാണ് യൂറോപ്പ്. അതുപോലെ തന്നെ സമ്പത്ത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല യൂറോപ്പിൽ. ഒന്ന്, നമുക്ക് ജോലിക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾ 16 വയസ്സ് കഴിയുമ്പോൾ മുതൽ നമുക്ക് ചെറിയ ജോലികൾ ചെയ്യാം. അതുപോലെ തന്നെ നമുക്കാണെങ്കിൽ ഫുൾ ടൈം ജോലി ചെയ്യാം, 1 ജോലി ചെയ്യാം, 2 ജോലി ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് സമയം ഉണ്ടെങ്കിൽ 3ാമത്തെ ജോലിയും ചെയ്യാം, നമ്മൾ ടാക്സ് കൊടുക്കണമെന്ന് മാത്രം. അപ്പോൾ എല്ലാവരോടും യൂറോപ്പിൽ നമ്മൾ വന്നു, സമ്പത്ത് ഉണ്ടാക്കാൻ തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. നമ്മുടെ ജീവിതത്തിൽ നല്ല ഒരു വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും, നല്ല വൃത്തിയുള്ള ഫാമിലി സ്റ്റാറ്റസും ഫാമിലി ലൈഫ് സ്റ്റൈലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളെല്ലാവരും വിദേശങ്ങളിലേക്ക് പ്രവാസിയായിട്ട് പോകുന്നത്. നമ്മുടെ നാട്ടിൽ ഇതിന് കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തവരാരും പ്രവാസിയായിട്ടൊന്നും പോകണമെന്നില്ല. എല്ലാവർക്കും ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ഉണ്ട്. പക്ഷെ അതിലും കുറച്ചുകൂടെ നല്ല ബെറ്റർ ലൈഫ് ഓപ്പർച്യൂണിറ്റീസ് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഓരോ സ്ഥലത്തേക്കും പോകുന്നത്. ഗൾഫിലെ ഒരു സ്റ്റൈലാണ്, യൂറോപ്പ് വേറെ ഒരു സ്റ്റൈലാണ്. നമുക്ക് സമ്പത്ത് സേവ് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല, സമ്പത്ത് ഉണ്ടാക്കാനും സാധിക്കും. സ്ലോ ആൻഡ് സ്റ്റഡി ഗ്രോത്ത് ആണ് യൂറോപ്പിൽ. അപ്പൊ എല്ലാവർക്കും മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരോടും ബൈ.